ജിജോയിലൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ചിലർ പറയുന്ന മലയാളത്തിൽ വളരെ ജീനിയസും ഇതുവരെ എക്സ്പ്ലോർ പുറത്തു വരാത്തവർ. എങ്ങനെയാണ് എക്സ്പീരിയൻസ്, സാറിൻ്റെ അഭിപ്രായം? തീർച്ചയായിട്ടും ഈ പറയുന്നത് 100% ശരിയാണ്. അയാൾ ഒരു എന്നെക്കാളും ഒരു വർഷം ജൂനിയർ ആണെങ്കിലും ഞാൻ എൻ്റെ ഗുരുസ്ഥാനത്ത് കാണുന്നത് അദ്ദേഹത്തെയാണ്. കാരണം ഞാനൊരു ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ സിനിമയിൽ എന്തെങ്കിലും ആയി തീർന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ബ്രില്യൻസ് എനിക്കുണ്ടെങ്കിൽ അത് പുള്ളിയുടെ നിന്ന് കിട്ടിയതാണ്. എൻ്റെ ബേസിക്കായിട്ടുള്ള ഒരു സിനിമാറ്റിക് ഗ്രാമർ, കൃത്യമായിട്ട് എനിക്ക് അതിനെപ്പറ്റി എനിക്ക് തന്നെ അറിയാം. ഞാൻ കൃത്യമായിട്ടും എനിക്ക് മേക്കിങ്ങിൻ്റെ ടെക്നിക്കൽ ഗ്രമാറ്റിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും എനിക്ക് നല്ല പിടിപാടുണ്ടെന്ന് എനിക്കറിയാം. അത് അഹങ്കാരത്തോടെ പറയുന്നതല്ല, ഒരു കോൺഫിഡൻസ് കൊണ്ട് പറയുന്നതാണ്. അത് കിട്ടിയത് ജിജോയുടെ ട്രെയിനിങ്ങിലാണ്. കാരണം ഈ പടയോട്ടമൊക്കെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ജിജോ ബേസിക്കലി സംസാരിച്ചുകൊണ്ടിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെയ്യണം, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യുന്നത്. ബേസിക് ഗ്രാമറൊക്കെ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു വളരെ കാഷ്വലായിട്ട്. ഷൂട്ടിംഗ് സമയത്ത് പലപ്പോഴും എനിക്ക് ചില എക്സസൈസ് തരുന്ന പോലെ ഞാൻ ചോദിക്കാതെ എൻ്റെ അടുത്ത് ഈ ഒരു സീനൊന്ന് ഡിവൈഡ് എടുക്കാൻ പോകുന്നതിന് തൊട്ടുമ്പോൾ പറയും, ഇത് എൻ്റെ ഈ സീൻ തന്നിട്ട് പറയും, ഈ സീനൊന്ന് ഷോർട്ട് ഡിവൈഡ് ചെയ്ത് വരാൻ പറയും. ഞാൻ ആദ്യം പേടിച്ച് നിൽക്കും. പക്ഷേ ഞാനിങ്ങനെ അപ്പോൾ എനിക്ക് അങ്ങനെ അസിസ്റ്റൻ്റ് ആർട്ടിസ്റ്റിന് അങ്ങനെ അവസരം കിട്ടത്തില്ല, ആരും അങ്ങനെ കൊടുക്കത്തില്ല. ഒരു വലിയ സീനാണ് എനിക്ക് തരുന്നത്, വലിയ ക്രൗഡും കുതിരയും പട്ടാളമൊക്കെ ഉള്ള. ഞാനതിരുന്ന് കുറേ നേരം ഇരുന്ന് വർക്ക് ചെയ്ത് ഞാൻ കൊണ്ട് കൊടുക്കുമ്പോൾ പുള്ളി പറയും, എന്തിനാണ് ഈ ഷോട്ട് വെച്ചത്, അത് വേണ്ടായിരുന്നില്ല, അതിനൊരു ഇങ്ങനെ ആയിക്കോട്ടെ എന്ന്. അപ്പോഴാണ് ഞാൻ പഠിക്കുന്നത് ഒരു കാര്യം, അതല്ല ഇതാണ് നല്ലതെന്നുള്ളത്. അങ്ങനെ ഒരു ലേണിംഗ് പ്രോസസ്സുണ്ട്. പിന്നെ ഞാൻ പറയുന്ന പോലെ ഈ എഡിറ്റിങ്ങും എല്ലാ ഏരിയയിലും സ്റ്റോറിയുടെ സ്ക്രീൻ പ്ലേ എല്ലാത്തിനും പുള്ളിക്ക് കൃത്യമായിട്ടുള്ളൊരു ഒരു ഡിസിഷനുണ്ട്, പുള്ളിക്ക് അറിയാമത്. പിന്നെ ചിന്തിക്കുന്നതൊക്കെ ഔട്ട് ഓഫ് ദി ബോക്സ് എപ്പോഴും ചിന്തിക്കുന്നത്. നമ്മളത് ഇപ്പം ആദ്യത്തെ സിനിമാസ്കോപ്പ് സിനിമ ചെയ്യുന്നത് അവരാണ്. അത് കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ അടുത്ത ചിന്ത ആദ്യത്തെ 70mm സിനിമ മലയാളത്തിൽ, ഷോലയ്ക്ക് ശേഷം മലയാളത്തിലാണ് സിനിമ 70mm ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ പുറകിലുള്ള എഫേർട്ട് നമ്മളൊക്കെ അതിൻ്റെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചോളം ഭയങ്കര ഹോളിവുഡിൽ പോയി സിനിമ പഠിച്ച അവസ്ഥയിലാണ്. കാരണം അതിൻ്റെ സൗണ്ട് റെക്കോർഡിങ് 6 track സ്റ്റീരിയോഫോണിക്കിൽ അത് റെക്കോർഡ് ചെയ്യുകയാണ്. ആ റെക്കോർഡിങ്ങിൻ്റെയൊക്കെ അത് ഇതുവരെ ഇന്ത്യൻ സിനിമയിൽ നമ്മൾ ഷോലയൊക്കെ ലണ്ടനിൽ പോയി ചെയ്തത്, ഇവിടെ അത് ചെയ്തിട്ടില്ല. പിന്നെ അതിൻ്റെ അതിനു വേണ്ടി നടത്തുന്ന ഒരു ടെക്നിക്കൽ പ്രിപ്പറേഷൻസ് ഉണ്ട്. ഈ ട്രാക്കുകളൊക്കെ 24 ട്രാക്കുകൾ നമ്മൾ ഉണ്ടാക്കണം. ഈ 24 ട്രാക്കുകൾ അസൈൻ ചെയ്യുക, ഈ സൗണ്ട് എവിടെയാണ്, പിന്നെ ഈ സറൗണ്ടിലേക്ക് പോകുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ ആദ്യമായിട്ട് കിട്ടുന്നൊരു എക്സ്പീരിയൻസാണ്, മറ്റാർക്കും കിട്ടാത്ത എക്സ്പീരിയൻസാണ് ആ സമയത്ത്. അന്ന് വേറെ ആർക്കും അത് ചെയ്യില്ല. ഞാനാണ് അതിൻ്റെ കൂടെ ത്രൂ ഔട്ട് നിൽക്കുന്ന ഒരാളെന്ന് എനിക്കതെല്ലാം വളരെ ഡീപ്പായിട്ട് പഠിക്കാൻ പറ്റി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി 3Dയിലേക്ക് വന്നു. 3Dയുടെ ആദ്യകാലത്ത് അതിൻ്റെ ആദ്യ ഡിസ്കഷൻ സമയത്തൊക്കെ ഞാൻ അതിൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ സിനിമകളിലോട്ടൊക്കെ പോയ സമയത്ത് അത് തന്നെ അത് മാറി. എങ്കിലും അന്നേ 3D പിന്നെ പുള്ളി ഇപ്പോഴും അത് വന്നല്ലോ ഹോളോഗ്രാഫിക് പ്രൊജക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റ് പുള്ളി അന്നേ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇന്നും അത് പൂർണ്ണമായിട്ടും ആ ഒരു ടെക്നോളജി ഇവിടെ വന്നിട്ടില്ല. തിയേറ്ററിന് ചുറ്റും വരുന്ന ആൾക്കാർക്ക് ക്യാരക്ടേഴ്സിനെ കാണാം. അത് ഒരു ഹോളോഗ്രാഫിക് പ്രൊജക്ഷനാണത് വരുന്നത്. അതൊക്കെ ഇപ്പോഴും എക്സ്പീരിയൻസ് നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മണിരത്നം എവിടെയോ ഇൻ്റർവ്യൂവിൽ അത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതേ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ജിജോ സിനിമ ചെയ്തിരുന്നെങ്കിൽ ഞാനൊന്നും ഇവിടെ ഉണ്ടാവത്തില്ലായിരുന്നു എന്ന് പറയുന്നത് പോലെ. ഇപ്പോഴും പുള്ളി തന്നെ ഈ ബറോസ് എന്ന് പറയുന്നത് ഭയങ്കര തോട്ടായിരുന്നു പുള്ളിയുടെ. പിന്നെ എന്തൊക്കെ കാരണങ്ങളാൽ പുള്ളി അതിൻ്റെ ഭാഗമല്ലാതായി മാറിപ്പോയെന്നുള്ളൂ. പക്ഷേ ഇപ്പോഴും പുള്ളി വലിയൊരു പ്രോജക്റ്റ് ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനൊരിക്കൽ സ്റ്റുഡിയോയിൽ ചെന്ന് പോലെ ഒരു ഹോള് മുഴുവൻ ഇങ്ങനെ പുള്ളി പടം വരച്ച് ചുണ്ടൻ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റാണ്. ഈ ചുണ്ടൻ വള്ളങ്ങളുടെ ഹിസ്റ്ററി, അതെങ്ങനെ ഉണ്ടായി, അതിനെപ്പറ്റി വലിയൊരു പ്രോജക്റ്റിൻ്റെ പുറകിലാണ് പുള്ളി. ആദ്യമായിട്ട് ബൈബിൾ അന്നൊന്നും ചിന്തിക്കുന്ന കാലം മുമ്പ് തന്നെ ബൈബിൾ എന്ന് പറയുന്ന വലിയ ഒരു ക്യാൻവാസിൽ കുറേ എപ്പിസോഡ്സ് ഷൂട്ട് ചെയ്യുകയും ചെയ്തു. അതിനകത്ത് 1-2 എപ്പിസോഡ് ചെയ്യാനായിട്ട് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടു. പക്ഷേ അത് കഴിയുമ്പോഴത്തേക്ക് അത് നിർത്തി വെക്കേണ്ടി വന്നു. അപ്പോൾ അടുത്ത ഒരു പ്രോജക്റ്റ് തുടങ്ങാൻ നേരത്തെ ജിജോ വീണ്ടും എന്നെ കണ്ടു, നമ്മളൊരു പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ വന്ന് വർക്ക് ചെയ്യാൻ പറഞ്ഞു, അസിസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും അവിടെ ചെല്ലുന്നു. ആ പടത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട് തുടങ്ങി.
അങ്ങനെയാണ് പിന്നെ ഞാൻ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് ആദ്യം വർക്ക് ചെയ്യുന്നത് ആ സിനിമയാണ്. അത് മാമാങ്കം എന്ന് പറഞ്ഞ സിനിമയാണ്. ദാറ്റ് വാസ് ഇൻ 1979. പിന്നെ അവരുടെ തന്നെ പ്രൊഡക്ഷൻസിൽ തീക്കടൽ എന്ന് പറഞ്ഞ സിനിമ അവിടെ ചെയ്തു. അത് ഫാസിലിൻ്റെ സ്ക്രിപ്റ്റിൽ അപ്പച്ചൻ സാറ് ഡയറക്റ്റ് ചെയ്യുന്നു എന്ന് ഉള്ളൊരു കൺസെപ്റ്റിൽ ഫാസിലും ജിജോയും ഒക്കെ ചേർന്നാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അവരുടെ കൂടെ ഞാൻ അസോസിയേറ്റായി വർക്ക് ചെയ്തു. ദെൻ കംസ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. പിന്നെ മാമാട്ടിക്കുട്ടിയമ്മ, അങ്ങനെ പടയോട്ടം കഴിഞ്ഞിട്ട് മാമാട്ടിക്കുട്ടിയമ്മ. പടയോട്ടം എത്തിയപ്പോഴത്തേക്ക് എനിക്ക് കുറച്ചും കൂടെ ഒരു കോ ഡയറക്ടറിലേക്ക് ഒരു ലെവലിലേക്ക് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്താണ് ഞാൻ ശരിക്കും ഇൻവോൾവ് ആയിട്ടൊരു ശരിക്കും ഒരു ക്രിയേറ്റീവ് സൈഡിൽ കുറച്ചുകൂടെ എനിക്കൊരു ഇൻപുട്സ് അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ പഠിക്കാൻ പറ്റിയത് അവിടെയാണ്. അവിടുത്തെ ആ പഠനമാണ് എൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇപ്പോഴും ഉള്ളത്. ടെക്നിക്കൽ ഏരിയയിലുള്ളൊരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവിടുന്ന് കിട്ടിയൊരു ലേണിംഗ് ആണ്. കാരണം അവിടെ സാധാരണ അസിസ്റ്റൻ്റ് ഡയറക്ടറൊക്കെ ആദ്യം ഒരു സിനിമയ്ക്ക് ചെന്ന് കഴിഞ്ഞാൽ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ പോകാം, അതിന് പിന്നെ അവർക്ക് സ്പേസ് ഉണ്ടാകത്തില്ല. പക്ഷേ എനിക്ക് ഷൂട്ടിംഗ് കഴിഞ്ഞാലും എന്നെ ആദ്യത്തെ സിനിമയ്ക്ക് എന്നെ മദ്രാസിലേക്ക് കൊണ്ടുവന്നു. മദ്രാസിൽ അങ്ങനെയാണ് കോടമ്പക്കം സിനിമ ആദ്യമായിട്ട് കാണുന്നത്. അവരുടെ ഗസ്റ്റ് ഹൗസിൽ തന്നെ താമസിക്കാം. എഡിറ്റിംഗ് റൂം അവിടെ തന്നെയാണ്. അപ്പോൾ രാത്രി വൈകിയും എഡിറ്ററുടെ അസിസ്റ്റൻസിൽ നിന്ന് പണി ചെയ്യുമ്പോൾ ഞാൻ അവിടെ പോയി അവരുടെ കൂടെ ഇരുന്നവർ അന്ന് ഫിലിമിലാണ്. അപ്പം എല്ലാം നമ്മൾ കൈകൊണ്ട് ചെയ്യേണ്ട ജോലികളാണ്. ഇന്നത്തെ പോലെ കമ്പ്യൂട്ടറിൽ ഞെക്കിയാൽ വരാവുന്ന കാര്യമാണ്. എല്ലാം നമ്മൾ ഷോട്ട് ബൈ ഷോട്ട് ചെക്ക് ചെയ്ത് കട്ട് ചെയ്ത് ഒട്ടിച്ച് ചെയ്യുന്നൊരു പ്രോസസ്സുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ കൂടെ ഇരുന്നത് എന്തിനാണ് ഞാൻ ഷൂട്ടിംഗ് ചെയ്ത പല കാര്യങ്ങൾ എന്തിനാണെന്നുള്ള എൻ്റെ ഉള്ളിലുള്ള ചോദ്യങ്ങളൊക്കെ എഡിറ്റിംഗ് ടേബിളിൽ എനിക്കത് ആൻസർ കിട്ടി. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് പഠിച്ചു വരാൻ തുടങ്ങിയതുകൊണ്ട് അതാണ് എന്നെ കുറച്ചും കൂടെ ഒരു ടെക്നിക്കലി അതിൻ്റെ ഗ്രാമാറ്റിക്കലി സിനിമയുടെ ആ ഗ്രാമറൊക്കെ കൃത്യമായിട്ട് എനിക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിപ്പോഴും എന്നെ ആ ഒരു ഹെൽപ്പ് ചെയ്യുന്നത് അന്നത്തെ ഒരു ലേണിംഗാണ്. അതെ, റൈറ്റിംഗ് ഹെൽപ്പറായിട്ടാണ് ചെന്നത്, അല്ലെങ്കിൽ ആ ഡിസ്കഷൻ ഗ്രൂപ്പിലേക്കാണ് ചെന്നത്. പക്ഷേ ആ പ്രോജക്റ്റ് ക്യാൻസലായി കഴിഞ്ഞുകൊണ്ട് പിന്നെ ഡയറക്ഷൻ ടീമിലേക്ക് വന്നു. പക്ഷേ അവിടെയും ഉള്ളൊരു ഇപ്പോൾ പലയോട്ടം എന്ന് പറയുന്ന സിനിമ നടക്കുമ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് ഇതുപോലെ ഞങ്ങളൊരു ടീമാണ് അതിൻ്റെ വർക്ക് ചെയ്തത്. ആ സമയത്ത് പ്രിയദർശൻ അവിടെ വന്നു. പ്രിയദർശൻ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലേക്കൊരു ലാസ്റ്റ് ഷെഡ്യൂൾ, ഒരു 3-4 ഡേയ്സ് ഷെഡ്യൂൾ ആലപ്പുഴയിൽ നടക്കുമ്പോൾ മോഹൻലാലിൻ്റെ കൂടെ അവിടെ വന്നതാണ്. ഇങ്ങനെ മോഹൻലാൽ പുള്ളിക്ക് ഇങ്ങനൊരു ഇൻട്രൊഡക്ഷൻ ആവശ്യമുള്ളതുകൊണ്ട് മോഹൻലാൽ കൂട്ടിക്കൊണ്ട് വന്നു. അങ്ങനെ ആ 2-3 ഷൂട്ടിങ്ങിൽ പ്രിയൻ അവിടെ ഉണ്ടായിരുന്നു. അവർ പരിചയം വെച്ചിട്ട് പ്രിയൻ പിന്നെ അടുത്ത പ്രോജക്റ്റിലേക്ക് അവിടെ കയറുകയും ഈ പടയോട്ടത്തിൻ്റെ ഒരു സ്ക്രീൻ പ്ലേ ഡിസ്കഷനകത്തൊക്കെ പ്രിയനും ജിജോയും ഞാനും ഒക്കെ ഇൻവോൾവ് ആയിരുന്നു. അപ്പം അവിടുത്തെ അവിടെ ചെയ്യുന്ന പ്രോജക്റ്റുകൾക്കെല്ലാം നമുക്ക് ആ ഒരു ഒരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യുന്ന നമ്മളും തൊട്ട് അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് വരെ നമുക്ക് കൂടെ ട്രാവൽ ചെയ്യാൻ പറ്റും. അത് അവിടെ ആയതുകൊണ്ടാണ്. വേറൊരു പ്രൊഡക്ഷൻ ഹൗസിലോ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് പ്രൊഡ്യൂസറോ ചെല്ലുമ്പോൾ നമുക്ക് ആ സ്വാതന്ത്ര്യം കിട്ടാറില്ല. അപ്പോൾ അവിടുത്തെ ഒരു ട്രെയിനിങ്ങാണ് എന്നെ ഈ പറയുന്ന പോലെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അവിടുത്തെ ഈ പടങ്ങൾ കഴിഞ്ഞ് ആ സമയത്തേക്ക് പ്രിയൻ ഇൻഡിപെൻഡൻ്റായിട്ടൊരു പടം ചെയ്തു. അപ്പോൾ പ്രിയൻ എൻ്റെ അടുത്ത് പറഞ്ഞ് എൻ്റെ കൂടെ വരണം. അപ്പം ഞങ്ങൾ ഒരേ മുറിയിൽ താമസിക്കുകയും അങ്ങനെ ഒരു ഭയങ്കര ഫ്രണ്ട്ഷിപ്പുണ്ട്. അപ്പം തമാശക്കായിട്ട് പറഞ്ഞാണ്, നമ്മളിൽ ആർക്കാണോ ആദ്യം സിനിമ കിട്ടുന്നത് അപ്പോൾ അയാളുടെ കൂടെ മറ്റേ ആൾ ഉണ്ടാവണം എന്ന് പറയുന്നൊരു ഞങ്ങൾ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്താണ്. പ്രിയനത് ഞാൻ മറന്നുപോയി. പ്രിയനത് അയാൾക്ക് പടം കിട്ടിയപ്പോൾ ഓർത്തിട്ട് എൻ്റെ വീട്ടിൽ ആലപ്പുഴയിൽ വന്നു. പറഞ്ഞ് നമ്മളൊന്ന് പറഞ്ഞ് ഓർമ്മയുണ്ട് താൻ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ പ്രിയൻ അത്ര അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് പ്രിയൻ അധികം സിനിമകളിൽ വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ടെക്നിക്കൽ ഏരിയയിൽ പ്രിയൻ കുറച്ചുകൂടെ ഒരു സപ്പോർട്ട് വേണമായിരുന്നു. അതുകൊണ്ടാണ് എന്നെയും കൊണ്ടുപോയത്. അങ്ങനെ പ്രിയൻ്റെ കൂടെ ആദ്യത്തെ 2 സിനിമ ചെയ്തു. ആ 2ാമത്തെ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എൻ്റെ ആദ്യത്തെ സിനിമയ്ക്കുള്ളൊരു ഓഫർ വരുന്നു. അങ്ങനെയാണ്.